നമസ്കാരം സുഹൃത്തുക്കളെ. ടാറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ച് ഈ വായന കാണും. ഈ വ്യക്തിയുമായിട്ടുള്ള പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ നല്ലതായിരിക്കുമോ നിങ്ങൾക്ക് സംഭവിക്കുന്നത്? ഈ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? ഈ 2 ടോപ്പിക്കാണ്, ഈ 2 കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ച് ഈ വ്യക്തിയെ നല്ല രീതിയിൽ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് വേണം ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട്. ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാടധികം പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും കിട്ടിയ ഒരു വ്യക്തിയായിട്ടാണ് ഈ പേഴ്സൻ്റെ എനർജിയെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ലഭിച്ചതിൽ വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ സപ്പോർട്ട് വേണം, ഒരു വ്യക്തിയുടെ സംരക്ഷണം വേണം, ഒരു വ്യക്തിയുടെ സ്നേഹം വേണം എന്നിങ്ങനെയുള്ള ഒരു ആവശ്യത്തിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ വളരെയധികം തകർന്നടിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരുപാട് പ്രാർത്ഥിച്ച്, വർഷങ്ങളോളം പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ ഒരാഗ്രഹം, ഇങ്ങനെ ഒരു വ്യക്തിയെയാണ് എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള വ്യക്തിക്ക് ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്നിങ്ങനെയുള്ള നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, ശക്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ, ശക്തമായിട്ടുള്ള ആഗ്രഹം, ഇത് കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റായി വന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഈ പേഴ്സണെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതോടുകൂടി നിങ്ങൾ സ്പിരിച്വൽ അവേക്കനിങ്, അതായത് ആത്മീയപരമായിട്ടുള്ള ഉണർവുകൾ, നിങ്ങളുടെ ആത്മീയപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചു. ഇതിന് മുൻപും നിങ്ങൾക്ക് ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അതിൽ നിന്നൊന്നും ലഭിക്കാത്ത ഒരു ആത്മീയമായിട്ടുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു നിർവൃതി, സംതൃപ്തി, അത് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിന്നും ലഭിച്ചു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പലവർക്കും ഇത് നല്ല രീതിയിലുള്ള ഒരു സോൾമേറ്റ് കണക്ഷനായിട്ടും കാർമിക് കണക്ഷനായിട്ടും കാണിക്കുന്നുണ്ട്. കുറച്ച് വ്യക്തികൾക്ക് ട്വിൻ ഫ്ലെയിം ജേണിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത് നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളെ അത്രയും വലിയ പ്രാധാന്യപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങൾക്കാണെങ്കിലും ഒരിക്കലും, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയില്ലാതെ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുമായിരിക്കാം. അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന സമയത്ത് നിങ്ങളുടെ സാഹചര്യം എന്ന് പറയുന്നത് അത്രത്തോളം മോശപ്പെട്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയും ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാം എന്നുള്ള ഒരു മനക്കരുത്ത് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു കരുത്ത് നിങ്ങൾ നേടിയെടുത്തതും ഈ വ്യക്തിയിൽ നിന്നും തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വളരെയധികം ഒരു സ്ട്രഗിളിങ് അവസ്ഥയാണ് കാണിക്കുന്നത്. കാരണം പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു വ്യക്തി തന്നെയാണ്. പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് ലഭിക്കേണ്ട ആ ഒരു സമയത്ത് യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഭാഗ്യ നേട്ടം പോലെ, അല്ലെങ്കിൽ നല്ലൊരു ഗിഫ്റ്റ് പോലെ, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പോലെ ലഭിച്ച ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മനുഷ്യരായതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ഭാഗത്തും ധാരാളം തെറ്റുകൾ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. പക്ഷേ അത് ഒരിക്കലും അത് വേണമെന്ന് വിചാരിച്ച് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളല്ല. അത് ചില മോശപ്പെട്ട കർമ്മകൾ ഇവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ, ഈ വ്യക്തിയുടെ സമയം കുറച്ച് പ്രതികൂല അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി ചെയ്യുന്ന പല കാര്യങ്ങളും നെഗറ്റീവായി പോകുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തിയെ വലിയ രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ കാത്തിരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വലിയ മാറ്റങ്ങൾ. അത് നിങ്ങളുടെ കാര്യത്തിലായാലും, കാരണം നിങ്ങളുടെ മനസ്സ് ഇപ്പൊ പുറമേ നിങ്ങൾ പറയുന്നുണ്ടാകാം, ഈ വ്യക്തിയായിട്ട് എനിക്കിനി ഒത്തുപോവാൻ പറ്റില്ല, ഒരുമിച്ച് പോകാൻ പറ്റില്ല,
ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഈ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചു, അതുകൊണ്ട് ഇനി ഒരുമിച്ച് പോകാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നുണ്ടാകാം, മറ്റുള്ളവരായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടാകാം. പക്ഷെ നിങ്ങളത് നിങ്ങളുടെ വിഷമം കൊണ്ട് പറയുന്നതാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വ്യക്തിയായിട്ട് തന്നെ ഇനി മുന്നോട്ടുള്ള ജീവിതം നയിക്കണം എന്നുള്ള ഒരു മനോഭാവത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ആത്മീയപരമായിട്ടുള്ള ഉണർവ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഒരുപക്ഷെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് മുന്നോട്ട് കാണാനുള്ള കഴിവ് എന്ന് പറയും. അത് ആത്മീയപരമായിട്ടൊക്കെ ഉണർവ് ലഭിക്കുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണത്. നിങ്ങൾക്ക് ഒരുപക്ഷെ അങ്ങനെ ഒരു കഴിവുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ആ ഒരു എംപ്രസ് കാർഡ് കിട്ടിയിട്ടുള്ളത്. അത് വളരെ ശക്തമായിട്ടുള്ള ഒരു ഫെമിനൻ അല്ലെങ്കിൽ ഒരു മാസ്കുലൈൻ എനർജീനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം അല്ലെങ്കിൽ മോശക്കാര്യം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്കത് സ്വപ്നത്തിലൂടെയോ ദർശനം കിട്ടുന്നതായിട്ട്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹായത്തോടു കൂടി, ഒരു സഹായത്തിൻ്റെ ഒരു സാന്നിധ്യത്തോടു കൂടി, ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു അടയാളത്തിൽ നിന്നോ നിങ്ങൾക്കത് ആ ഒരു വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള സൂചന നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ തീർത്തും അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ബന്ധം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ നല്ലതായിരിക്കുമോ, അതുപോലെ ഈ വ്യക്തിയുടെ ഉദ്ദേശശുദ്ധി, ഇത് രണ്ടും പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. കാരണം കുറച്ച് കടമ്പകൾ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു ഒരു സ്പിരിച്വൽ ജേണിയാണ് ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്കുള്ളത്. അതാദ്യം മനസ്സിലാക്കുക. സ്പിരിച്വൽ ജേണി നമ്മൾ എപ്പോഴും സിനിമയിലും ടി വിയിലും ഒക്കെ കാണുന്നത് പോലെ ചായ കുടിക്കുക, കാപ്പി കുടിക്കുക, ഐസ്ക്രീം കഴിക്കുക, പിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കുള്ളൊരു സന്തോഷം, അങ്ങനെയല്ല. സ്പിരിച്വൽ ജേണി എന്ന് പറയുമ്പോൾ തികച്ചും വളരെ വ്യത്യസ്തമായിരിക്കും. മറ്റുള്ളവരിൽ നിന്നും കുറച്ചധികം വ്യത്യസ്തമായിരിക്കും. കുറച്ചധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. പക്ഷേ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് അറിവുകളാണ് ലഭിക്കുന്നത്. ഒരുപാട് ആത്മീയപരമായിട്ടുള്ള ഉണർവുകളും നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാവുന്ന മാറ്റങ്ങളും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ട്വിൻ ഫ്ലെയിം ജേണിയിലൊക്കെ പോകുന്ന വ്യക്തികൾക്ക് അറിയാൻ സാധിക്കും ഇത്രയും ഭയാനകരമായിട്ടുള്ള ജേണി ഈ ഭൂമിയിൽ ഇനി വേറെ ഇല്ല എന്നുള്ളത്. കാരണം അത്രയും കാഠിന്യം നിറഞ്ഞതാണ്. പക്ഷെ അതിൽ നിന്നും ലഭിക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, റിസൾട്ട് എന്ന് പറയുന്നത് വളരെയധികം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ വ്യക്തിയുടെ സോളിൻ്റെ എനർജി നോക്കുമ്പോൾ ഇനിയും കുറച്ചും കൂടെ പാഠങ്ങൾ പഠിക്കേണ്ട ആവശ്യകതയുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് ഈ വ്യക്തിക്ക് ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാനുണ്ട്, പഠിക്കാനുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജന്മലക്ഷ്യം, നിങ്ങളുടെ ജന്മലക്ഷ്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു പാഠമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്യക്തി ഇനിയും ചെറിയ രീതിയിലുള്ള തെറ്റുകളിലേക്ക് പോകും, കർമ്മങ്ങളിലേക്ക് പോകും. പക്ഷെ അതിനുശേഷം ഉണ്ടാകുന്ന ആ ഒരു സ്പിരിച്വൽ പവർ, അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ ജേണി, ആത്മീയപരമായിട്ടുള്ള ഉണർവ്, അത് ഇവിടെ നമുക്ക് എടുത്തറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിവാഹത്തിനൊക്കെ ഈ പേഴ്സണെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കറക്റ്റ് സമയത്ത് യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ ഈ പേഴ്സണെ കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം തികച്ചും ഒരു മാരേജിൻ്റെ എനർജി നമ്മൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. 4 ഓഫ് വോൺസ് ആണ്. അത് തീർത്തും ഒരു കമ്മിറ്റ്മെൻറ്റിനെയും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിനെയുമാണ് കാണിക്കുന്നത്. അതുപോലെ സ്നേഹത്തിന് ഇവിടെ ഒരിക്കലും ഒരു കുറവും വന്നിട്ടില്ല. സാഹചര്യങ്ങളാണ് പല രീതിയിലേക്കും ഈ പേഴ്സണെയും നിങ്ങളെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിക്കുക. യൂണിവേഴ്സ് നിങ്ങളെ നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. എന്തായാലും ഈ വ്യക്തി ഒരു കുടുംബ ജീവിതം ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത തന്നെയാണ് ഈ പേഴ്സൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് തൊട്ട് മുൻപായിട്ട് ഈ പേഴ്സൺ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരുപാട് തെറ്റുകൾ നിറഞ്ഞ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന
ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലേക്കാണ് നിങ്ങൾ കയറി വന്നത്. നിങ്ങൾ വന്നതോടുകൂടി ഈ പേഴ്സൺ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സൺ ചെയ്തു പോയിട്ടുള്ള പല തെറ്റുകളുടെയും ഒരു തിരിച്ചടി പോലെ ഈ പേഴ്സണ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു സ്നേഹം പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ കഴിയാത്തതും അത് തിരിച്ചറിയാൻ പറ്റാത്തതും അല്ലെങ്കിൽ അത് പരിപൂർണമായിട്ട് അനുഭവിച്ചറിയാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു റിയാലിറ്റിയോട് കൂടി ആ ഒരു കർമ്മം തീരുന്നത് വരെയും നിങ്ങൾക്ക് കുറച്ച് ഒരു സ്പിരിച്വൽ പർപ്പസ് ആണ്, അല്ലെങ്കിൽ തടസ്സങ്ങളാണ്, ബ്ലോക്കേജസ് ആണ്, മെന്റൽ സ്ട്രെസ് ആണ്. പക്ഷെ അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ബിഗ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, വലിയൊരു മാറ്റം എന്ന് പറയുന്നത്, അത് ഏറ്റവും വലിയ ഒരു ആത്മീയ സംതൃപ്തി തരുന്നത് തന്നെ ആയിരിക്കും. എന്തായാലും ഇവിടെ മാരേജിന്റെ എനർജി കിട്ടിയിട്ടുണ്ട്. വിവാഹം ഒക്കെ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അത് സാഹചര്യം പ്രതികൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട്, ഒരുപക്ഷെ നിങ്ങൾ ഈ വ്യക്തിയോട് കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ വിവാഹത്തെക്കുറിച്ച്, കമ്മിറ്റ്മെന്റിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഈ വ്യക്തി ഒഴിഞ്ഞു മാറുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഈ വ്യക്തിക്ക് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കുക. നേർച്ചകളും വഴിപാടുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂഷൻ ആയിട്ട് കൊണ്ടുപോവുക. സ്പിരിച്വൽ പ്രോസസ്സ് തന്നെയാണ് ഇത്. നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെയായിട്ടാണ് കാണിക്കുന്നത്. അല്ലാതെ ഒരു നേരം പോക്കോ അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഒരു വിനോദമോ അങ്ങനെ ആയിട്ടല്ല. നിങ്ങളെല്ലാവരും വളരെയധികം മനസ്സിന് ഭയങ്കര ഒരു പ്യൂരിറ്റി കൊടുക്കുന്ന ആൾക്കാരാണ്. അതായത് മനസ്സിന് ഭയങ്കര ഒരു വൃത്തി, അല്ലെങ്കിൽ ഒരു പരിപൂർണത, അങ്ങനെ ഒരു പരിശുദ്ധം, ആ ഒരു രീതി കൊടുക്കുന്ന ഒരു വ്യക്തികളും കൂടിയാണ്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാതെ പോവില്ല. യൂണിവേഴ്സ് അത് വെറുതെ ആക്കില്ല. നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിനും ആ ഒരു മനോഭാവത്തിനും നിങ്ങൾക്ക് അതിനുള്ള കൂലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും, പ്രതിഫലം ലഭിച്ചിരിക്കുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ പേഴ്സൻ്റെ ഉദ്ദേശശുദ്ധിയാണെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലും ഈ പേഴ്സന് തീർച്ചയായിട്ടും അത് നല്ല രീതിക്ക് തന്നെ ഉള്ള ഒരു ചിന്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോൻ്റെ തുടക്കത്തിൽ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.